ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവുക ഇപ്പോൾ ഡെസേർട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഫ്രൂട്ട്സ് കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വെറൈറ്റിയിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3/4 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബട്ടറിന് പകരം വേണമെങ്കിൽ നെയ്യും എടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ബട്ടർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു കൈപ്പിടിയോളം സേമിയ ഇട്ട് കൊടുക്കാം. ഇത്ര തന്നെ മതി കേട്ടോ, ഒരുപാട് വേണ്ട. അപ്പോൾ 500 മില്ലി പാൽ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ട സേമിയാണ് കേട്ടോ ഒരു കൈപ്പിടി. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ, ഒരുപാട് വേണ്ട. എന്നാലും ഇത്ര തന്നെ മതി 500 മില്ലി പാലിലേക്ക്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സേമിയ ഇതാ ഈ ഒരു കളറായി വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ വെച്ചിരുന്നാൽ സേമിയ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു 500 മില്ലി പാല് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ അടിയിൽ പറ്റി പിടിക്കൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ പാലിവിടെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്നിട്ട് സേമിയ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ സേമിയ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ സേമിയ വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ദാ സേമിയ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ ഇനി വീണ്ടും ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/3 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കസ്റ്റാർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ കസ്റ്റാർഡ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ കസ്റ്റാർഡ് ഞാനിവിടെ ചൂടാറിയതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ പാകത്തെ തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ദാ സബ്ജ സീഡ്സ്, അതായത് നമ്മുടെ കറുത്ത കസ്കസ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് നട്ട്സും കൂടെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്രൂട്ട്സും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സാണോ ഉള്ളത് അതൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ആപ്പിളും നേന്ത്രപ്പഴവും മുന്തിരിയും ഒക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ വേണമെങ്കിലും അങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഐസ്ക്രീം ബൗളിലോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അടിയിലായിട്ട് നമ്മുടെ സബ്ജ സീഡ്സ് കുതിർത്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയർ നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ അല്പം കസ്റ്റാർഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയും അതുപോലെ കറുത്ത ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയും ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം ഇതുപോലെ നമ്മൾ സബ്ജ സീഡ്സ് കുതിർത്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സേമിയ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാർട്ടികൾക്കൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്